പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലേക്കുള്ള ഒരു സാമ്പാർ. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോട്ടലിൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക, അതായത് മൊത്തം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിൽ വേണ്ട സാധനങ്ങൾ നമുക്ക് വേണ്ട ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ക്യാരറ്റ്, പൊട്ടറ്റോ, ഡ്രം സ്റ്റിക്ക്, ഓനിയൻ, സ്നേക്ക് ഗാർഡ്, പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത്, പിന്നെ കുറച്ച് നമ്മുടെ മത്തങ്ങ ഒരു ചെറിയ പീസ് കഷ്ണം കട്ട് ചെയ്തെടുത്തത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് പച്ചക്കറികളായിട്ട് വേണ്ടത്. അടുത്ത് വേണ്ടത് നമുക്ക് തുവരപ്പരിപ്പ്, അതായത് സാമ്പാറിൻ്റെ പരിപ്പ്. അത് 250 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടി മൊത്തത്തിൽ നമുക്കൊരു 1 കിലോ അടുത്ത് പച്ചക്കറി വരും. അതുകൊണ്ടാണ് ഞാനൊരു 1/4 ഭാഗം എന്നുള്ള കണക്കിൽ നമ്മൾ 250 ഗ്രാം പരിപ്പാണ് ബോയിൽ ചെയ്ത് അത് കുക്കറിൽ ഒരു 3 വിസിലടിച്ച് ഇത്രയും വേവിൽ ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്കതൊരു സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ബോയിൽ ചെയ്യാനായിട്ട് വേറെ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ കഴുകി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ നമ്മളൊരു 100 ഗ്രാം നമ്മുടെ വാളംപുളി വെള്ളത്തിലിട്ട് നല്ല കുറുക്കി അരിച്ചെടുത്തത് അത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. അതിന് നമ്മൾ എത്ര വെള്ളം, ഒരു 100 ഗ്രാമിന് പകുതി വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ കഷ്ണം നന്നായിട്ട് വേവിച്ചെടുക്കണം. കഷ്ണം നന്നായിട്ട് ഇളക്കി തീ കത്തിച്ചിട്ട് അത് നന്നായിട്ട് വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 3/4 വേവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പയ്യെ അതിൻ്റെ താളിപ്പിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. കടായി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. താളിപ്പിന് വേണ്ടി നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന ഉലുവയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. അത് 1 ടീസ്പൂൺ ഉലുവ ഏകദേശം ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുക് അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കടുകും കൂടി ഇടുക. കടുക് ഇനി നന്നായിട്ട് നമുക്ക് പൊട്ടി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തീയിടരുത്, കടുക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു മീഡിയം ഫയറിൽ കടുക് നന്നായിട്ട് സ്ലോ ഫയറിൽ അല്ലെങ്കിൽ മീഡിയം ഫയറിൽ നമ്മളത് കടുക് പൊട്ടിച്ചെടുക്കുന്നു. കടുക് ഏകദേശം പൊട്ടി തീർന്ന് കഴിയുന്നതിന് ശേഷം മാത്രം നമ്മൾ റെഡ് ചില്ലി 2ആയിട്ട് മുറിച്ചത്, ഒരു 6-7 റെഡ് ചില്ലി 2ആയിട്ട് മുറിച്ചത് അതിനകത്തേക്ക് ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാർന്ന നമ്മുടെ വെണ്ടയ്ക്ക, ഒരു 5-6 വെണ്ടയ്ക്ക ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് നേരെ അതിൻ്റെ അകത്തേക്ക് ഇടുക, ഒന്ന് വരട്ടുക. ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മത്തങ്ങ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ മത്തങ്ങയും കൂടി ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. വെണ്ടയ്ക്കയും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കുറച്ച് മസാലപ്പൊടി കൂടി ചേർക്കുകയാണ്. അതായത് നമ്മുടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം, അല്ലെങ്കിൽ മസാല കരിയും.
ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. കായപ്പൊടിയും കൂടെ ചേർത്ത് അതിന് ശേഷം നമ്മൾ സാമ്പാർ പൊടി നമ്മളൊരു 4 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മസാല അങ്ങോട്ട് മൂപ്പിക്കും. എന്നിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അതും സ്ലോ ഫയറിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മസാല കരിയും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അത് അങ്ങോട്ട് സോട്ട് ചെയ്തെടുക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. ഡയറക്റ്റ് നമ്മൾ മസാല ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം ചിലപ്പോൾ നമുക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മസാല ഒന്ന് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാമ്പാർ ആദ്യം ബോയിൽ ചെയ്തതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. മസാല നന്നായിട്ട് തിളപ്പിച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്ന് തിളപ്പിച്ചു. ഇനി അത് നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് ചേർന്ന് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഏകദേശം പണികളൊക്കെ പൂർത്തിയായി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി സാമ്പാർ കുറച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം കഷ്ണങ്ങളിൽ കയറി പിടിച്ച് നല്ല കഷ്ണങ്ങൾക്കും ആ മസാലയുടെ ടേസ്റ്റ് എത്തുകയുള്ളൂ. സാമ്പാർ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെത്തേക്ക് നമുക്ക് 2-3 തക്കാളി കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. ക്യൂബായിട്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുക മുകളിൽ നിന്ന്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക, നല്ലൊരു ടേസ്റ്റിനും മണത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.